ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കുറുക്കഞ്ചേരി പോയാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ രാവിലെ അമ്പലത്തിലൊന്നും പോയില്ല, കുളിച്ചില്ല. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചു. പണികളുള്ള സമയത്ത് വീഡിയോ എടുക്കാഞ്ഞത് എനിക്ക് പണികൾ അങ്ങനെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് പോകാൻ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാത്തത്. എനിക്കിഷ്ടമാണ് വീഡിയോ ഇടാനുള്ള, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കുളിച്ച് വന്നു വെച്ചാൽ കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു, പിന്നെ കുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെയും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എന്താ പറയുക, ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പറയണ്ടായിരുന്നു ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് കാവടി കാണാൻ പോവാം എന്നൊക്കെ പറയണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എപ്പോഴും പണ്ട് എൻ്റെ അമ്മൂമ്മയുടെ നാടാണ് കണിമംഗലം എന്ന് പറയുന്നത്, എൻ്റെ അമ്മൂമ്മയുടെ നാടാണ്. അപ്പോൾ അമ്മൂമ്മ എപ്പോഴും എന്താ പറയുക, പൂയത്തിൻ്റെ സമയത്ത് അമ്മയും അമ്മൂമ്മയുടെ അനീത്തിയും എല്ലാവരും കൂടെ നടന്ന്, അമ്മൂമ്മയുടെ അനീത്തി കിഴക്കേപ്പുറത്ത്, അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് ഇവിടേക്ക് വരും. ഇത്ര പൂയത്തിന് തലേ ദിവസമൊക്കെ വരും, അല്ലെങ്കിൽ പൂയം കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ അവർ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്നൊക്കെ വരും എന്നൊക്കെ പറയാറുണ്ട്. ഇവിടുന്ന് നമ്മുടെ ലാലൂരുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഇത്രയും അടുത്ത് എന്നെ ഇങ്ങോട്ടാണല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തോ ഒരു ഇതിൽ കണിമംഗലത്താണ് വീട്. അപ്പോൾ നമ്മൾ പാലക്കാട്ട് ആണ് ഇവർ അച്ഛൻ്റെ വീടെങ്കിലും ഇവർ സെറ്റിൽ ചെയ്തത് കണിമംഗലത്താണ്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ഒരു കണിമംഗലവും നമ്മുടെ നാടും ലാലൂരും കണിമംഗലം തിരുവിളക്കാവും ചേർപ്പും ഒക്കെ കൂടിയൊരു സ്ഥലത്ത് ഞാൻ വീഡിയോസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, കൊട്ടൊക്കെ കേൾക്കാം. നമുക്ക് ഇവിടെ ഇരുന്നാൽ കേൾക്കാം നമ്മുടെ കാവടിയും കൊട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പോകുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെയിലൊക്കെ കൊണ്ട് നടക്കാം കുറച്ച് പടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പണ്ടൊക്കെ ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കും, പണ്ടൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാം, പിന്നെ കാവടി അതൊക്കെ. എനിക്ക് ഈ വെയിലൊക്കെ കൊണ്ട് നടക്കാം. പിന്നെ വല്ലപ്പോഴും ഞങ്ങളെന്ന് വെച്ചാൽ വൈകിട്ടത്തേക്ക് എനിക്കിഷ്ടമാണ്, അവിടെയൊക്കെ പോയി ഇരിക്കാറുണ്ട്. റോഡിൽ ഇതുപോലെ വണ്ടിയും കാറൊക്കെ പോകുന്ന റോഡ്, ഒരു വണ്ടികൾ പോലും പോകാണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ മേളം കേൾക്കുമ്പോൾ പോകണം എന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പോകും. ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുറുക്കഞ്ചേരി പോയി എന്നൊക്കെ പറയുമ്പോൾ അമ്മൂമ്മേനെയും എല്ലാവരും ഓർമ്മ വരും എനിക്ക്. എന്നുവെച്ചാൽ അവരുടെ സന്തോഷം ഉണ്ടല്ലോ, എല്ലാവരും കൂടി അവരുടെ വീട്ടിൽ ഒത്തുകൂടുന്ന ഒരു സംഭവം. അന്നത്തെ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വീടുകളിലേക്കൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്മൂമ്മേനെയും എല്ലാവരും ഞാനിങ്ങനെ ആലോചിച്ചു പോയി. കുറച്ച് കാലത്ത് തന്നെ ഇങ്ങനെ പണികളൊക്കെ എടുക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നിരുന്നതും കാലത്ത് അവർ ഈ കൊട്ടും പാട്ടും അവർക്ക് അതാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പാട്ടും ഡാൻസും ഇതൊക്കെ. നമുക്ക് ഈ വെയിലൊക്കെ കൊണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മടിയാണ്. പിന്നെ വെള്ളം ദാഹിക്കും. ഇപ്പം ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ആരുടെയും വീട്ടിലൊന്നും ഇങ്ങനെ വിരുന്നുകാരൊന്നും വരുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കുറച്ച് ഇപ്പോൾ ഈ രാവിലെ കുറച്ച് കൊട്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പണിത്തിരക്കിൻ്റെ ഇടയിലൊക്കെ ആ കൊട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ല. കുറച്ച് ചോറ് അധികം വെച്ചു. ചേട്ടൻ്റെ ഓഫീസിൽ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ചോറ് വെച്ചു, പിന്നെ കുറച്ച് മോര് കൂട്ടാൻ വെച്ചു, കുറച്ച് എന്താ പറയുക ഉപ്പേരി വെച്ചു, ക്യാബേജ് തോരൻ വെച്ചു, പിന്നെ അച്ചാറുണ്ട്. അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടി എല്ലാവർക്കും കൂടി കഴിക്കാം, അത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ആരെങ്കിലും സ്പെഷ്യൽ വരികയാണെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ബാക്കി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ വരുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചല്ല ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമുക്ക് രണ്ടുപേരുള്ളൂ എങ്കിൽ നമുക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേൾക്കണ്ടോ, കേൾക്കുന്നുണ്ട്, അങ്ങനെ നല്ല കുട്ടൊക്കെ കേൾക്കുന്നുണ്ട്.
അപ്പോൾ ആ കൊട്ടും പട്ടൊക്കെ ഒരു ഇതാ. ഈ ടീഷർട്ട് നന്നായിട്ടില്ലേ, ഞാനിത് മൂകാംബികയ്ക്ക് പോണേക്കാളും മുമ്പ് എപ്പോഴോ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയോ, പെട്ടെന്ന് നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ ഓഫായി പോവും. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലൊക്കെ സ്ക്രീൻ അങ്ങ് ഓഫായി കേട്ടാ കാറ്റ് വരുമ്പോൾ ആ വോയിസ് ഇങ്ങനെ വരും അടുത്തേക്ക്, കൊട്ട് കൊട്ട് കൊട്ട്. ആ കൊട്ടിൻ്റെയൊക്കെ ശബ്ദമൊക്കെ നമ്മുടെ അവിടേക്ക് ഇങ്ങനെ വരും. പിന്നെ കണ്ടില്ലേ എൻ്റെ പുറത്ത് കംപ്ലീറ്റ് ഇതെന്ന് വെച്ചാൽ തല കെട്ടി വയ്ക്കാനായിട്ട് ഇങ്ങനത്തെ ഉപയോഗിച്ചാൽ അധികം ചേട്ടാ. തലയൊക്കെ കെട്ടിക്കുക ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനത്തെ തോർപ്പയ്ക്കാണ് അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ ഒന്നും ഉണ്ടായില്ല, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, അടിച്ചു വാരി തുടച്ചു, അതൊക്കെ ഞാൻ ചെയ്തു. കാരണം എനിക്ക് ഇനി എന്താ വെച്ചാൽ പുറത്ത് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അതൊന്നും ചെയ്യണം. പിന്നെ സംഭാരം ഉണ്ടാക്കി വെച്ചു. ആരും വരെയായാലും പിന്നെ തണുത്തുള്ള സംഭാരം അങ്ങ് കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സംഭാരമൊക്കെ ഉണ്ടാക്കി റെഡിയായും. കൊട്ടും പാട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തണലും കാര്യങ്ങളൊക്കെ വേണ്ട. എനിക്ക് വെയിലൊക്കെ എനിക്ക് ഇത്തിരി പ്രശ്നമാണ്. അങ്ങനെ കണ്ണട ഞാനിവിടെ ഇങ്ങനെ ഊരി വെച്ചു, കണ്ണട ഊരി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ വലദോഷത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കാണാൻ പോയി. അടിപൊളി പടം കേട്ടോ, അതൊക്കെ ഞാൻ കാണാൻ പോയി. പിന്നെ പുതിയ പടങ്ങളും വന്നിട്ടില്ല. നല്ലത് വരണം, നല്ലത് വന്നാലേ കാണും. നമ്മൾ നല്ല റിവ്യൂ ഉണ്ടെങ്കിൽ അപ്പം കാണാൻ പോകും, അല്ലാതെ ഇറങ്ങുന്ന പടങ്ങളെല്ലാം കാണാൻ പോകില്ല. നല്ല റിവ്യൂ ഒക്കെ പണ്ട് എന്താ പറയുക, എനിക്ക് പണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ വെഡിങ് ഡേയുടെ സമയത്ത് ചേട്ടൻ സർപ്രൈസായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും. അതേപോലെ എന്താ പറയുക, നല്ല തിയേറ്ററിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ നമ്മളെ ഒരു ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും എടുക്കുക. എന്നോട് കുറയാവുന്ന ചേട്ടൻ ടിക്കറ്റ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലല്ലോ എപ്പോഴും ആ സിനിമ കംപ്ലീറ്റ് ഫ്ലോപ്പായിരിക്കും. അപ്പോൾ പക്ഷെ ചേട്ടൻ അങ്ങവരുടെ ഫാൻ ആയതുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത്. ചില സമയത്ത് എനിക്കതൊക്കെ ഇഷ്ടപ്പെടാറില്ല, നല്ല പടങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്താ ചെയ്യും, പടങ്ങളൊക്കെ കാണൽ ഈ വെഡിങ് ഡേയുടെ ഒന്ന് പടം കാണലങ്ങ് കുറച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ഫെബ്രുവരി 1. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ഡേ ആണ്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ച ദിവസമാണ് ഫെബ്രുവരി 1. അപ്പോൾ ആ കാരണം അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അന്ന് നമുക്ക് ഈ പൂയം വന്നതും ഒക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഫെബ്രുവരി പണ്ട് ഇവർക്ക് എന്ത് വെഡ്ഡിങ് ഡേ, എന്ത് അല്ലേ, നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് എന്ത് വെഡ്ഡിങ് ഡേ, എന്ത് ബർത്ത്ഡേക്ക് എന്താ പറയുക, പായസവും പപ്പടവും എല്ലാം കൂട്ടിയിട്ടാണ് അച്ഛനമ്മയും ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കി. അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടി ഇന്ന് ഫുഡ് കഴിക്കണം. അതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളങ്ങനെ ശീലിപ്പിച്ചത്. പിന്നെ നമ്മൾക്ക് ഈ തായംകുളങ്ങര പൂയോ ഇന്ന് തന്നെയാണ്. തായംകുളങ്ങരയിലാണല്ലോ നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ തായംകുളങ്ങര പൂയത്തിന് പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ചെറിയ അപ്പോൾ ആളാണ് നമ്മളെ പൂയത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പൂയം കാണാൻ കൊണ്ടുപോയിട്ട് എന്നിട്ട് നമ്മുടെ റാംജിറ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പടമൊക്കെ കാണിച്ചു തന്നു അന്ന്. അപ്പോൾ ആളുടെ ഓർമ്മകളൊക്കെ ഉണ്ട് നമുക്ക്. അന്ന് തായംകുളങ്ങര പൂയത്തിനെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വന്നൊക്കെ കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ട് നമ്മുടെ തറവാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെ ആള് നമ്മുടെ വീട്ടിൽ വെച്ച്, അപ്പോൾ അവിടെ 2 പെൺകുട്ടികളാണ്, ഷർമിളിയും ദീപയും. പിന്നെ അങ്ങനെ അവിടെ നമ്മൾ നിന്ന് അന്നത്തെ ഫുൾ ഡേ നമ്മളവിടെ നിന്ന് വേലയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് തായംകുളങ്ങര പൂയത്തിൻ്റെ വൈകിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചു വരും. എന്നിട്ട് തായംകുളങ്ങര പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് അയൽപ്പക്കത്ത് രാഗി എന്നുള്ള കുറച്ച് കുട്ടികളും അവരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ അച്ഛൻ ഞങ്ങളുടെ കൊച്ചാവ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അവരുടെ കൂടെ അച്ഛൻ എന്നിട്ട് ഞങ്ങളെ വൈകിട്ടത്തുണ്ട്. അച്ഛനും അമ്മയും അങ്ങനെ വരാറില്ല. വൈകിട്ട് ഞങ്ങൾ കാവടി കാണാൻ പോയതൊക്കെ ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു. ഞാനിപ്പോൾ വേഗം റെഡി ആവട്ടെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിക്കാം. വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വെയിലുണ്ടെങ്കിൽ ഞാൻ പോകാനായിട്ട്. അപ്പം അതിനാണ് കേട്ടോ. അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ബൈ ബൈ.